ബംഗ്ലാദേശ് വീണ്ടും ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണോ? ഡിസംബർ 25-ന് രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് വിമാനത്താവളം പോലും സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള അതീവ സുരക്ഷാ നീക്കങ്ങൾക്കാണ്. അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞു. ജർമ്മൻ എംബസി അവിടെ പൂട്ടുകയാണ്. എന്താണ് ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത്? ഇന്ത്യ ഈ നീക്കങ്ങളെ എങ്ങനെയൊക്കെയാണ് നോക്കിക്കാണുന്നത്? നോക്കാം. ഡിസംബർ 24 ബുധനാഴ്ച വൈകുന്നേരം 6 മണി മുതൽ വ്യാഴാഴ്ച വൈകുന്നേരം 6 മണി വരെ ധാക്കയിലെ ഹസ്രത് ഷാജലാൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സന്ദർശകർക്ക് പൂർണ്ണമായ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. യാത്രക്കാർക്ക് മാത്രമേ വിമാനത്താവള പരിസരത്തേക്ക് പ്രവേശനമുള്ളൂ. ഇതിന് പിന്നിലെ പ്രധാന കാരണം BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന്റെ മടങ്ങിവരവാണ്. നീണ്ട 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം അദ്ദേഹം ലണ്ടനിൽ നിന്ന് ധാക്കയിലെത്തുമ്പോൾ 10,000-കണക്കിന് പ്രവർത്തകർ വിമാനത്താവളത്തിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ താരിഖ് റഹ്മാൻ സഞ്ചരിക്കുന്ന ബീമാൻ ബംഗ്ലാദേശ് വിമാനത്തിലെ ജീവനക്കാരെ വരെ മാറ്റി നിയമിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ നീക്കങ്ങളെ ഇന്ത്യ തെല്ലൊരാശങ്കയോടെയാണ് കാണുന്നത്. ബംഗ്ലാദേശിലെ വിപ്ലവ നായകനായി വാഴ്ത്തപ്പെട്ട ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ മരണത്തിന് പിന്നാലെ രാജ്യത്ത് അഴിച്ചുവിട്ടത് കടുത്ത ഇന്ത്യ വിരുദ്ധ വികാരമാണ്. ഹാദിയുടെ മരണത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ന്യൂഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുന്നിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങളിൽ ഇന്ത്യ ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ തെരുവുകൾ കീഴടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത്. കൊടിയ ന്യൂനപക്ഷ വേട്ടയുടെ വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം ബംഗ്ലാദേശിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ ശൂന്യത മുതലെടുക്കാൻ തീവ്രവാദികളും മതമൗലികവാദികളും ശ്രമിക്കുന്നുവെന്ന സൂചനയാണ് നിലവിലെ സംഭവങ്ങൾ നൽകുന്നത്. പ്രമുഖ നേതാവ് ഷെരീഫ് ഒസ്മാൻ ഹാദിയുടെ ദുരൂഹ മരണം ഇതിനൊരു വളമിട്ടു എന്ന് മാത്രം. ഹാദിയുടെ കൊലപാതകത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് ഇന്ത്യ നിലപാടെടുക്കുമ്പോഴും അവിടെ അരങ്ങേറുന്നത് ഇന്ത്യൻ മിഷനുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളാണ്. ചിറ്റ്ഗോങ്ങിലെ ഇന്ത്യ വിസ സെന്ററുകൾ അടക്കം നിർത്തേണ്ടി വരുന്നത് അവിടുത്തെ ക്രമസമാധാന തകർച്ചയുടെ ആഴം എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അമേരിക്കയുടെയും ജർമ്മനിയുടെയും നീക്കങ്ങൾ പ്രസക്തമാകുന്നത്. അമേരിക്കൻ എംബസി തങ്ങളുടെ പൗരന്മാരോട് വിമാനത്താവളത്തിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എപ്പോഴും പാസ്പോർട്ടും ടിക്കറ്റും കൈവശം കരുതണമെന്നും ജാഗ്രത പാലിക്കണമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്മസ് പ്രമാണിച്ചാണെന്ന് പറയുമ്പോഴും നിലവിലെ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ ജർമ്മൻ എംബസി അടച്ചിടുന്നത് സുരക്ഷാ ആശങ്കകൾ വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും തീവ്രവാദ ആശയങ്ങൾക്കും അരാജകത്വത്തിനും ബംഗ്ലാദേശ് വഴിമാറുന്നുണ്ടോ എന്ന ഗൗരവകരമായ ചോദ്യമാണ് ഇന്ത്യ ഉയർത്തുന്നത്. താരിഖ് റഹ്മാന്റെ വരവ് ബംഗ്ലാദേശിനെ പുതിയൊരു കലാപത്തിലേക്കാണോ അതോ രാഷ്ട്രീയ അസ്ഥിരതയിലേക്കാണോ നയിക്കുക എന്ന് കണ്ടു തന്നെ അറിയണം. അയൽ രാജ്യത്തെ ഓരോ ചലനങ്ങളും ഇന്ത്യ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുക തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.